കൂട്ടുകാരെ ഞാനിവിടെ കാണിക്കുന്നത് കരിക്ക വയ്ക്കുന്നതാണ്. 2 കരിക്ക് എടുത്തിട്ടുണ്ട്. ഇത് കരിക്ക് 2 കരിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിനായിട്ട് 2 കരിക്ക് എടുക്കണം. 2 കരിക്ക്, 100 കരിപ്പട്ടി, പിന്നെ ഒരു ശകല ഏലക്കപ്പൊടി ഓപ്ഷനാണ്. ഏലക്കപ്പൊടിയോ ജീരകം പൊടിയോ ചേർക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് ഇത് പുഴുങ്ങാനായിട്ട് ഇതിൻ്റെ തന്നെ വെള്ളം എടുക്കണം. ഈ 2 കരിക്കിൻ്റെ വെള്ളം. 2 കരിക്കിൻ്റെ വെള്ളം ഒരുപാടുണ്ടെങ്കിൽ കുറച്ചെടുത്താലും മതി കേട്ടോ, പകുതി എടുത്താലും മതി. എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കണം. ഈ കരിക്കിൻ വെള്ളം ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതേക്ക് കരിപ്പട്ടി തന്നെ വേണം കേട്ടോ. ശർക്കര പഞ്ചസാരയൊന്നും കൊള്ളില്ല. ഇത് കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ നല്ല ആരോഗ്യമുള്ളൊരു സാധനമാണിത് കേട്ടോ. പ്രത്യേകിച്ച് സ്പോർട്സിനൊക്കെ പോണ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണ്. നല്ല ആരോഗ്യവും നല്ല ബലവും എല്ലാം ഉണ്ടാകും. ഇത് കരിക്കിട്ട് ഇത് നല്ലവണ്ണം വേകണം. ഈ കരിപ്പട്ടി പാനിക്കകത്ത് ഈ കരിക്കും വെള്ളം ഒഴിച്ച് പാനിക്കകത്ത് ഇട്ട് നല്ലവണ്ണം വേകണം. അത് ഏലക്കപ്പൊടി ഇട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, ജീരകവും ഇടാം, ഓപ്ഷനാണ്. ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പഞ്ചസാര ശർക്കര ഒന്നും ഇതിന് ചേർക്കാൻ പാടില്ല. കരിപ്പട്ടി തന്നെ ടേസ്റ്റാണ്. കരിപ്പട്ടി ആരോഗ്യമാണല്ലോ, അതുകൊണ്ട് കരിപ്പട്ടിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കാൻ. നല്ല ഇളത്ത കരിക്കെടുക്കണം. ഇളത്ത കരിക്കെടുത്തിട്ട് ആണ് ഇത് പുഴുങ്ങാനായിട്ട്. ഇത് പുഴുങ്ങി വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിരിക്കും. പുഴുങ്ങി നല്ല പറ്റണം കേട്ടോ. ആ വെള്ളം കരിപ്പട്ടിപ്പാനി എല്ലാം കൂടി നല്ലവണ്ണം വറ്റും. ഈ പരുവാകുമ്പോൾ ശകല ലായനിയോട് കൂടി വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. ഇത് കണ്ടോ, നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് ഇതിനി ഇങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. ഇങ്ങനെ കൊടുക്കുന്ന കൂട്ടത്തിൽ ശകലം പാനിയും കൂടെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കണ്ടോ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല ആരോഗ്യമാണ്.